ഈശോയുടെ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? കുറേ കാലമായല്ലേ നമ്മളെല്ലാവരും കണ്ടിട്ട്. എങ്കിൽ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. നമ്മളിന്ന് ഏത് ഭാഗമാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളിന്ന് 6-ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. 6-ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തുതി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാമല്ലേ? പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നല്ലോ. നല്ല കുട്ടികളാണ് കേട്ടോ. എങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, അങ്ങയുടെ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് നൽകിയ എല്ലാ കൃപകൾക്കും അങ്ങേക്ക് സ്തുതി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ കുഞ്ഞുങ്ങളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് ഉച്ചത്തിലൊരു ആമേൻ പറഞ്ഞാലോ? എല്ലാവരും ചേർന്ന് ആമേൻ പറയണേ. ആമേൻ. നല്ല മിടുക്കരാ കേട്ടോ. എങ്കിൽ എല്ലാവരും ഇരുന്നോ. നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയെ കണ്ടോ? ഏതീശോയെ കണ്ടേ? ഉണ്ണീശോയാണോ? അതോ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയുടെ രൂപമാണോ നിങ്ങൾ കണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈശോയുടെ രൂപം നിങ്ങൾ കണ്ടു അല്ലേ? ഇനി കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ തന്ന ഹോംവർക്ക് എല്ലാവരും ചെയ്തോ? ആരൊക്കെയാ ചെയ്തേ? ഒന്ന് കൈപൊക്കിക്കേ. ആഹാ, എല്ലാവരും ചെയ്തല്ലോ. അപ്പോൾ പപ്പയുടെ അടുത്തേക്കുള്ള വഴി എല്ലാവരും കണ്ടുപിടിച്ചു അല്ലേ? നല്ല കുട്ടികൾ കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? സിസ്റ്റർ ഒരു കഥ പറഞ്ഞു തരട്ടെ. സിസ്റ്റർ ഒരു കഥ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അങ്ങ് താഴ്വാരത്ത് ഒരു മരത്തിന് ചൂട്ടിലായിരുന്നു ആരുടെ വീട്? നമ്മുടെ ചോട്ടുമുയലിൻ്റെയും മിട്ടുമുയലിൻ്റെയും വീട് അവിടെയായിരുന്നു. അവർക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്നറിയാമോ നിങ്ങൾക്ക്? 6 മക്കളുണ്ടായിരുന്നു, ചോട്ടുമുയലിനും മിട്ടുമുയലിനും. ഈ 6 മക്കളുടെ പപ്പയുടെ പേരെന്തായിരുന്നു? ചോട്ടു. ഒരിക്കൽ ആ നാട്ടിൽ വളരെ ക്ഷാമം വന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഇവർക്ക് വയറ് നിറയ്ക്കാനുള്ള സാധനങ്ങളൊന്നും കിട്ടാണ്ട് വളരെ വിശന്ന് സങ്കടത്തോടെ ഈ ചോട്ടുമുയലും മിട്ടുമുയലും ഇരിക്കുമ്പോൾ ആരാ വഴി വന്നു നിങ്ങൾക്കറിയാമോ? നമ്മുടെ കുട്ടൻ പന്നി ആ വഴി ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ കുട്ടൻ പന്നി ചോട്ടുമുയലിനോട് പറഞ്ഞു, അങ്ങ് ദൂരെ നമ്മുടെ കുട്ടപ്പൻ ചേട്ടൻ്റെ വീട്ടിൽ ഒത്തിരി കൃഷികളുണ്ട്. നീ അവിടെ ചെന്ന് ഒന്ന് നോക്ക്. ഈ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ക്യാരറ്റ്, അങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറികൾ അവിടെയുണ്ട്. കുട്ടപ്പൻ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള തീറ്റ തരും. നീ ഒന്ന് പോയി ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചോട്ടുമുയൽ രാവിലെ തന്നെ നമ്മുടെ കുട്ടപ്പൻ ചേട്ടൻ പറമ്പിലേക്ക് ഓടി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഈ കൊടും വേനലിലും നമ്മുടെ കുട്ടപ്പൻ ചേട്ടൻ്റെ പറമ്പിലാണെങ്കിൽ നിറയെ കൃഷി കണ്ടപ്പോൾ ചോട്ടുമുയലിന് അതിയായ സന്തോഷം തോന്നി. ചാക്കിലും അടുത്ത കുഞ്ഞു ഇങ്ങനെ കൂനകളുണ്ടാക്കി, മൺകൂനകളുണ്ടാക്കി അതിലെല്ലാം നല്ല നല്ല പച്ചക്കറികൾ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, നിങ്ങളുടെയൊക്കെ വീടുകളിൽ നടന്ന് കണ്ടിട്ടില്ലേ? അതുപോലെ നല്ല പച്ചക്കറികൾ നട്ടത് കണ്ടപ്പോൾ ചോട്ടുമുയലിന് സന്തോഷം തോന്നി. ഈ അതികഠിനമായ വേനലിലും തൻ്റെ കൃഷിയിടത്തിൽ ഇതുപോലെ നല്ല നല്ല കൃഷികൾ ഉൽപ്പാദിപ്പിക്കുവാൻ കുട്ടപ്പൻ ചേട്ടന് ധാരാളം കഴിവുകൾ നൽകിയ ദൈവത്തിന് ചോട്ടുമുയൽ എന്തു പറഞ്ഞുവെന്നോ? നന്ദി പറഞ്ഞു. ഈ കഴിവുകളോർത്ത് ദൈവത്തെ സ്തുതിച്ചു. ഇതാണ് നമ്മുടെ കഥ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കഥ? അപ്പോൾ ചോട്ടുമുയൽ ഈ കുട്ടപ്പൻ ചേട്ടൻ്റെ കഴിവുകളോർത്ത് ദൈവത്തെ സ്തുതിച്ചെങ്കിൽ ദൈവം നമുക്ക് നൽകിയ കഴിവുകൾക്ക് നമ്മൾ ദൈവത്തെ സ്തുതിക്കണ്ടേ? ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിൻ്റെ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള എളിമപ്പെടലാണ് എന്ത്? സ്തുതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കണ്ടേ? ആദ്യകാലത്തൊക്കെ ധാരാളം വിളവുകൾ നൽകിയതിന്, ഈ മനോഹരമായ പ്രപഞ്ചം ദൈവം നൽകിയതിന് എല്ലാം
മനുഷ്യർ ആരെ സ്തുതിച്ചിരുന്നു? ദൈവത്തെ സ്തുതിച്ചിരുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ പപ്പയും മമ്മിയും ഒക്കെ ധാരാളം കൃഷികൾ ചെയ്യുന്നില്ലേ? നമ്മുടെ ആദ്യ മാതാപിതാക്കളൊക്കെ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് നല്ല നല്ല കൃഷികളൊക്കെ ചെയ്ത് നല്ല നല്ല വിളവുകളൊക്കെ ലഭിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചു. ഇതുപോലെ നമ്മളും എന്ത് ചെയ്യണം? നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ പപ്പയും മമ്മിയും ഒക്കെ നിങ്ങൾ കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ. വാഴക്കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ റബ്ബർ വെട്ടുന്നുണ്ട്, പിന്നെ എന്ത് കൃഷിയാ? നെൽകൃഷി ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറേ കൃഷികളുടെ പേര് പറയുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഓരോ കൃഷികളൊക്കെ ചെയ്ത് നമുക്ക് കൂടുതൽ കൂടുതൽ ഫലങ്ങൾ കിട്ടുന്നില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അവയെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ എപ്പോഴൊക്കെ സ്തുതിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് നമുക്ക് ഈ വിളവുകൾ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ? ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതിയോ? പോരാ അല്ലേ? അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ നല്ല മിടുക്കര് കുട്ടികളാ കേട്ടോ. അപ്പോൾ എപ്പോഴൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ആരാ ഉത്തരം പറയുന്നേ? ഉത്തരം അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്കേ. രാവിലെ ഉണരുമ്പോഴല്ലേ? മിടുക്കൻ. രാവിലെ ഉണരുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം, ഉറങ്ങാൻ പോകുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം, സന്ധ്യാസമയങ്ങളിൽ ദൈവത്തെ സ്തുതിക്കണം. പിന്നെ എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ ഓർക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം അല്ലേ? നമ്മൾ മാലാഖമാരെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പഠിച്ചില്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കാവൽ മാലാഖ. കാവൽ മാലാഖയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? എങ്കിൽ കാവൽ മാലാഖ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നല്ലേ ടീച്ചർ പഠിപ്പിച്ചേ? നിങ്ങൾ കാവൽ മാലാഖയുടെ കൂടെയാണോ നടക്കുന്നേ? കാവൽ മാലാഖയുടെ കൂടെ നടക്കുമ്പോൾ കാവൽ മാലാഖ എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കും എന്ന് ടീച്ചർ പഠിപ്പിച്ചു അല്ലേ? നിങ്ങളങ്ങനെ കാവൽ മാലാഖയുടെ കൂടെയാണോ നടക്കുന്നേ? കാവൽ മാലാഖയുടെ കൂടെ നടന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടല്ലേ? നല്ല മിടുക്കരാകട്ടോ. പിന്നെ ടീച്ചർ കഴിഞ്ഞ ആഴ്ചയുണ്ടല്ലോ, നിങ്ങളുടെ ചിലരുടെ വീടുകളിൽ വന്നപ്പോഴേ ടീച്ചർ ഒരു കാര്യം കണ്ടു. എന്താ നിങ്ങൾക്കറിയാമോ? നല്ല നല്ല പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടു. കാവൽ മാലാഖയോട് ചേർന്ന് കുഞ്ഞു കുഞ്ഞു നന്മകൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കണ്ടു. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇനി എങ്ങനെയൊക്കെയാണ് ആദ്യകാലത്ത് നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മമാരും ഒക്കെ ദൈവത്തെ സ്തുതിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? പാട്ടുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ഇങ്ങനെയൊക്കെയാണ് അവർ ദൈവത്തെ സ്തുതിച്ചത്. നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാറില്ലേ? ഇപ്പോൾ നമുക്ക് പള്ളിയിലൊന്നും പോകാൻ സാധിക്കുന്നില്ല അല്ലേ? എങ്കിലും ഓൺലൈൻ കുർബാന കാണുന്നില്ലേ? ഓൺലൈൻ കുർബാനയിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ മാലാഖമാരോട് ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏത് പാട്ടാ? ആരാ പറയുന്നേ? ആർക്കും അറിയില്ല അല്ലേ? എങ്കിൽ സിസ്റ്റർ പാട്ടൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇല്ലേ? സിസ്റ്റർ ഒന്ന് തുടങ്ങി കേൾപ്പിക്കാം, എന്നിട്ട് അറിയാവുന്നവരൊന്ന് കൈവെക്കണേ. ഹല്ലേലൂയ പാടിടുന്നേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം എല്ലാവരും കൈവെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ? ഈ പാട്ട് നിങ്ങൾക്കറിയാമല്ലേ? എങ്കിൽ നമുക്കെല്ലാവർക്കും ചേർന്നൊന്ന് പാടിയാലോ? ഇത് ആരുടെ കൂടിയാണ് ഈ പാട്ട് പാടുന്നതെന്നാണ് സിസ്റ്റർ പറഞ്ഞത്? മാലാഖമാരോട് കൂടിയാണ് നമ്മൾ ഈ പാട്ട് പാടുന്നത്. എങ്കിൽ നമുക്ക് മാലാഖമാരോട് ചേർന്ന് ഈ പാട്ടൊന്ന് പാടാം. ഇത് നിങ്ങൾ നന്നായി പഠിക്കണം. ഇത് എപ്പോൾ പാടുന്നതാണ്? നമ്മൾ വിശുദ്ധ കുർബാനയിൽ പാടുന്ന പാട്ടാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മളിത് പാടുമ്പോൾ നമ്മൾ ആരോട് ചേർന്നാണ് പാടുന്നതെന്നാണ് സിസ്റ്റർ പറഞ്ഞത്? മാലാഖമാരോട് ചേർന്നല്ലേ? എങ്കിൽ നമുക്ക് ഈ പാട്ടൊന്ന് പാടാം. ഇപ്പോൾ നമ്മൾ പാടുമ്പോഴും നമ്മൾ നമ്മുടെ കാവൽ മാലാഖയെ അടുത്ത് ചേർത്ത് നിർത്തി നമ്മൾ നമ്മുടെ കാവൽ മാലാഖയോടൊപ്പമാണ് കേട്ടോ പാടുന്നത്.
അപ്പോൾ എല്ലാവരും നല്ല ഉച്ചത്തിൽ പാടണേ. ഹല്ലേലൂയ പാടിടുന്നേൻ, ഹല്ലേലൂയ 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 പാടിടുന്നേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലൻ നാവിപ്പോൾ. ഹല്ലേലൂയ പാടിടുന്നേൻ, ഹല്ലേലൂയ 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 പാടിടുന്നേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്കിഷ്ടമായോ ഈ പാട്ട്? അപ്പോൾ ഇനി ഓൺലൈൻ കുർബാന കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഈ പാട്ട് വരുമ്പോൾ നിങ്ങൾ ഒച്ചത്തിൽ പാടില്ലേ? അപ്പോൾ ഈ പാട്ട് വരുമ്പോൾ ആരോട് കൂടെയാണ് നിങ്ങൾ പാടുന്നത്? മാലാഖമാരോട് കൂടെയാണല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും മാലാഖമാരോട് കൂടെ സ്വരമുയർത്തി ഈ പാട്ട് പാടണം കേട്ടോ. അപ്പോൾ നമ്മൾ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ? വീട്ടിൽ കുരിശ് വരയ്ക്കാറുള്ളവരൊന്ന് കൈപൊക്കിക്കേ. അയ്യോ, 3-4 പേരുടെ കൈ പൊങ്ങുന്നില്ലല്ലോ. കുരിശ് വരയ്ക്കുന്നില്ല വീട്ടിൽ. അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു സമയമാണ് നമ്മുടെ സന്ധ്യാസമയം. ആ സമയങ്ങളിൽ എല്ലാവരും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം മറന്നു പോകരുതേ. അപ്പോൾ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയൊന്നും ചൊല്ലാത്തവർ പപ്പയോടും മമ്മിയോടും ഒക്കെ പറയണം, ദൈവത്തെ വീട്ടിലെ എല്ലാവരും ഒന്ന് ചേർന്നിരുന്ന് സ്തുതിക്കാനുള്ള സമയമാണിത്, സന്ധ്യാസമയം. അപ്പോൾ ആ സന്ധ്യാസമയത്ത് നമുക്കൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പപ്പയും മമ്മിയും ഒക്കെ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ. എങ്കിൽ ഇനി ടീച്ചർ ഒരു ഹോംവർക്ക് തരട്ടെ. ഏത് ഹോംവർക്കാണ് തരുന്നേ? കഴിഞ്ഞ ആഴ്ച തന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്തല്ലോ. അതുപോലെ പിന്നെ സിസ്റ്റർ ചിലരുടെ ബുക്ക് കണ്ടപ്പോൾ എന്താ കണ്ടേന്നോ? പുസ്തകത്തിലെ എല്ലാ ഹോംവർക്കും നേരത്തെ തന്നെ ചെയ്തു വെച്ചേക്കുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ചില കുഞ്ഞുങ്ങളുടെ ബുക്ക് സിസ്റ്റർ കണ്ടു അങ്ങനെ ചെയ്തേക്കുന്നത്. അങ്ങനെ ആരും ചെയ്തേക്കരുത് കേട്ടോ. സിസ്റ്റർ ഏത് ഹോംവർക്കാണോ തരുന്നത്, ഏത് പാഠത്തിൻ്റെ ഹോംവർക്കാണോ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് സിസ്റ്റർ തരുന്ന ഹോംവർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പപ്പയോടും മമ്മിയോടും ചേട്ടായോടും ചേച്ചിയോടും കുഞ്ഞാവയോടും ഒക്കെ കൂടെ ഇരുന്ന് കുരിശ് വരച്ച് എന്ത് ചെയ്യുന്ന ഫോട്ടോ എടുത്തു കൊടുക്കണ്ടേ? നിങ്ങൾ നമ്മുടെ ദൈവത്തിന് ഒരു പൂ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച ടീച്ചർ ചോദിക്കും നിങ്ങളുടെ ടീച്ചറിനോട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്, നല്ല മിടുക്കരായിട്ട് ഹോംവർക്കൊക്കെ ചെയ്യുന്നവരാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നോ? എന്താ ക്ലാസ് കഴിയുമ്പോൾ എങ്ങനെ ക്ലാസ് തീർക്കണമെന്ന ടീച്ചർ പഠിപ്പിച്ചത്? പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ? എങ്കിൽ നമുക്ക് കുരിശ് വരച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിന്ന് കുരിശ് വരയ്ക്കുമ്പോൾ കൈകൾ എങ്ങനെ വെക്കണമെന്ന ടീച്ചർ പഠിപ്പിച്ചേ? നെഞ്ചോട് ചേർത്ത് പിടിക്കണം അല്ലേ? നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കുരിശ് വരച്ച് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ? കണ്ണുകൾ അടച്ചു പിടിച്ച് കൈകൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.